പക്ഷെ എൻ്റെ മോളെ സ്വന്തമായിട്ടാണ് കഴിച്ചിരുന്നെങ്കിൽ ഇവരെ ബന്ധുക്കൾ ആരെങ്കിലും അവിടെ നിൽക്കുമായിരുന്നു. ഈ മരണത്തിന് അവർ ആരെങ്കിലും വരുമായിരുന്നു. പക്ഷേ അമ്മാവി കൊണ്ടു കൊടുത്ത വിഷമാണിത്. എടാ ചോര കുഞ്ഞിനെ ഇട്ടിട്ടാടാ നീ ഇത് ചെയ്തതെന്ന് പറഞ്ഞ് അവനെ അടിക്കാൻ ഓട്ടിക്കുന്നു. അതിൻ്റെ പുറകിൽ നിന്ന് അവൻ്റെ അച്ഛൻ്റെ സഹോദരൻ മൂത്ത മോൻ വന്ന് പിന്നെ എൻ്റെ അനിയൻ എന്തിനാടാ അടിക്കുന്നത് നമ്മൾ കൂട്ടാടിയായി. കുറച്ച് കഴിഞ്ഞപ്പോൾ യവന്ത്ര ബലം പ്രയോഗിച്ച് കഥവ് തുറന്നപ്പോൾ ഓടിച്ചെന്ന് ഉറങ്ങിക്കിടന്ന കൊച്ചിനെ എടുത്തോണ്ട് ഓടി. ഈ കൊച്ചിനെ കൊല്ലും എന്ന് പറഞ്ഞ് എടുത്തോണ്ട് ഓടി. അപ്പോൾ അവൻ്റെ അച്ഛൻ പുറകെ നിന്ന് ഓടിയിട്ട് പറഞ്ഞ് മക്കൾ വാ 2 ദിവസം നമ്മളെ വീട്ടിൽ നിന്നിട്ട് മക്കളെ ഇങ്ങ് കൊണ്ടാക്കാം. ഇവന്മാർ ഇതെല്ലാം ശമിച്ചതിന് ശേഷം കൊച്ചിനെ എടുത്തോണ്ട് വാക്കൾ. അപ്പം എൻ്റെ മോള് അവനെ കെട്ടിപ്പിടിച്ച് വെച്ചോണ്ട് പറഞ്ഞു എന്നെ നീ വേണ്ടെന്ന് പറയല്ലേ, എൻ്റെ കൊച്ചിന് അച്ഛൻ വേണം. താൻ അപേക്ഷിച്ച് അവൻ്റെ അടുത്ത് മാപ്പ് ചോദിക്കും പോലെ പറഞ്ഞു. 1,00,000 രൂപയും നിങ്ങൾ കുറച്ച് ഉരുപ്പടിയും ഈ 3 സെന്റ് സ്ഥലം എഴുതി തരാത്തത് എന്ന് ചോദിച്ചാൽ അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ മോളെ സംരക്ഷിച്ച് കൊച്ചിനെ സംരക്ഷിച്ച് ജീവിച്ച് വാ, നിനക്ക് എഴുതി തരും. സ്ത്രീധന പീഡനം തന്നെ. അമ്മയുടെ നിന്ന് 1000 രൂപ 2000 രൂപ ചോദിക്കുമ്പോൾ അമ്മ കൊണ്ട് തരാമെന്ന് പറഞ്ഞ് നമുക്ക് തന്നില്ലെങ്കിൽ ബെൽറ്റ് എടുത്ത് വെച്ച് എൻ്റെ തലയിലൊക്കെ അടിച്ചിട്ടുണ്ടെന്ന് എൻ്റെ 2ാമത്തെ മോളെടുത്ത് പറഞ്ഞു. അതാണ് ഈ മുഴച്ചൊക്കെ ഇരുന്നതെന്ന് പറഞ്ഞു മുമ്പ്. കൂട്ടുകാരന്മാരടുത്ത് നിന്ന് ഇവ പറയാണ് ശ്രീദേവി ഏതായാലും വിഷം കഴിച്ച് 3 ദിവസമായി. ഇനിയിപ്പോൾ ശ്രീദേവി മരിക്കും, ആ പെണ്ണിനെ ഞാൻ കെട്ടും. ആ പെണ്ണിനെ കെട്ടിക്കഴിഞ്ഞാൽ ശ്രീദേവിയും കൂടി മരിച്ചതുകൊണ്ട് എനിക്കിനി ഈ കൊച്ചിനെ ഞാൻ കൊല്ലും. നമസ്കാരം. കഴിഞ്ഞ 21-ാം തീയതിയാണ് തിരുവനന്തപുരം ജില്ലയിലെ വവ്വാമൂല എന്ന സ്ഥലത്ത് 20 വയസ്സുകാരിയായ ശ്രീദേവി എന്ന പെൺകുട്ടി വിഷം ഉള്ളിൽ ചെന്നതിനെ തുടർന്ന് മരണപ്പെടുന്നത്. ഈ മരണവുമായി ബന്ധപ്പെട്ട് നിരവധി ദുരൂഹതകളാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത്. ശ്രീദേവിയുടെ കുടുംബം പറയുന്നു ഭർത്തൃ വീട്ടിലെ പീഡനം മൂലമാണ് ഇത്തരത്തിൽ യുവതിക്ക് മരണം സംഭവിച്ചത് എന്നാണ്. ഇതുമായി ബന്ധപ്പെട്ട് നേമം പോലീസിൽ ഈ യുവതിയുടെ കുടുംബം പരാതി നൽകിയിട്ടുണ്ട്. ഈ യുവതിയെ വിവാഹം കഴിച്ച് വിട്ടത് ഇവിടെ വെള്ളായണിയിലാണ്. ഷിജിൻ എന്ന യുവാവാണ് ഈ പെൺകുട്ടിയെ വിവാഹം കഴിച്ചത്. 2 വർഷം മുൻപാണ് വിവാഹം കഴിഞ്ഞിരുന്നത്. എന്തായാലും ഈ മരണവുമായി ബന്ധപ്പെട്ട് ദുരൂഹതകൾ ഉന്നയിച്ചുകൊണ്ട് ഇപ്പോൾ കുടുംബം രംഗത്ത് വന്നിരിക്കുകയാണ്. മരിക്കുന്നതെന്ന് പറഞ്ഞാൽ അന്ന് രാവിലെ ഈ കൊച്ചിന് ഒരു അസുഖവും ഇല്ല. അപ്പോൾ 50% ആയി. 50%-ലേക്കും എനിക്കത് ഓക്സിജൻ്റെ അളവാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്നാലും ഞാൻ പറഞ്ഞ് ഡോക്ടറെ 50 ഇനി കുറഞ്ഞ് 0 ആയിപ്പോണെങ്കിലാ ഡോക്ടർ കൊണ്ടുവന്ന് വെന്റിലേറ്ററിൽ കൊണ്ട് വല്ല ഓക്സിജൻ വല്ല എൻ്റെ മോക്ക് കൊടുക്കണില്ലേ. അപ്പോഴും പറഞ്ഞു അതിന് അവൾക്ക് അസുഖമൊന്നും ഇല്ലല്ലോ, അവളെ പിന്നെ ഈ റിപ്പോർട്ടിൽ ഇതെല്ലാം നോർമലാണ്, പിന്നെ അവൾക്ക് ഇതെല്ലാം കഴിക്കുന്നത്, അവൾക്കിനി ബ്ലഡ് ഊറി വരുന്ന ഞങ്ങൾക്കെല്ലാം ഒരു പ്രതീക്ഷയുണ്ട്. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഇവ എന്തെന്നറിയാം അതിൻ്റെ അകത്ത് കിടക്കുന്ന റൂമിലേക്ക് ഭർത്താവ് കയറി ഇവൾ അടുത്തിരുന്നിട്ട് ഈ ഫോൺ ഞാൻ ഇപ്പോൾ ഒരു പച്ച മരുന്ന് വാങ്ങിക്കാൻ 30 മില്ലി കൊടുക്കണം, 3 നേരം കൊടുക്കണം എന്ന് ആ മരുന്ന് വാങ്ങിക്കാൻ അങ്ങ് ഓടിപ്പോയിട്ട് ഇവിടെ വന്നപ്പോൾ ഇവ ഇങ്ങനെ ഇരുന്നിട്ട് ഈ ഫോൺ ഇങ്ങനെ വെച്ചിട്ട് മെസ്സേജ് അയച്ചിട്ട് ഇവക്ക് കാണിച്ചു. അന്നത്തെ അവൻ്റെ ഫോൺ കോൾ എടുത്ത് അറിയാം. മെസ്സേജ് അയച്ചിട്ട് ഇവളോടത്ത് ഇരുന്ന് പറയാണ് ഇത്രയും ദിവസമായിട്ടും മറ്റേ പെൺകുട്ടിയെ വിളിച്ച വീട്ടിൽ ആളുകൾ പോയിട്ടില്ല, അടിയുണ്ടാക്കാൻ പോയിട്ടില്ല. പക്ഷേ നിൻ്റെ ചേച്ചിയുണ്ട്, നിൻ്റെ ചേച്ചി വവ്വാമുലയിലുള്ള നിൻ്റെ സഹോദരന്മാരോടത്ത് പറഞ്ഞാൽ അവിടെ ആരോടത്തെങ്കിലും പറഞ്ഞ് ആ പുഞ്ചകരി അവിടെയുള്ള കൊച്ചുണ്ടല്ലോ 16 വയസ്സ്, ആ കൊച്ചിൻ്റെ അടുത്ത് പോയി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുമെങ്കിൽ ആ കൊച്ച് മരിക്കുമെങ്കിൽ പിന്നെ ആ കൊച്ച് മരിക്കുമെങ്കിൽ നിൻ്റെ ചേച്ചിയെയും കൊല്ലും, നിൻ്റെ ചേട്ടനെയും കൊല്ലും, എൻ്റെ അനിയത്തിൻ്റെ മോളെ ഭർത്താവ് ചിക്കുവിനെയും കൊല്ലും, അപ്പുണ്ണിയെയും കൊല്ലും, എന്നെയും കൊല്ലുമെന്ന് പറഞ്ഞു, കൊച്ചിനെയും കൊല്ലുമെന്ന് പറഞ്ഞു. ഈ കൊച്ചിനെയും കൊല്ലുമെന്ന് പറഞ്ഞപ്പോൾ അവൾ എന്നെ അമ്മ എന്ന് വിളിച്ച്, അമ്മ ഇങ്ങനെ വിളിച്ച്. അപ്പം ഞാൻ പറഞ്ഞ് മക്കൾക്ക് വയ്യാതെ കിടക്കണല്ലേ, മക്കൾ ഒരു മറുപടിയും പറയാൻ പോകണ്ട, മക്കളൊരു മറുപടിയും പറയാൻ പോകണ്ട, ആദ്യം മക്കൾക്ക് സുഖമായിട്ട് നമുക്ക് അവൻ്റെ അടുത്ത് എന്തെങ്കിലും ചോദിക്കാം. എൻ്റെ ആവശ്യം ഇപ്പം എൻ്റെ മോളെ രക്ഷിക്കാനാണ്. മക്കൾക്ക് ഇത്രയും നേരമായിട്ട് തലച്ചോറില്ല ഒന്നും ഒരു പ്രവർത്തനം ഇത് വന്നില്ല. എല്ലാം അവൾ മുന്തിരി അത് ചോദിക്കുന്നത്, ഞാൻ ചൂട് തേയാൽ മതിയെന്ന്, ചൂട് തേയാൽ നല്ല സുഖമായിട്ട് എഴിച്ചിരുന്ന് കുടിക്കുന്നത്. അപ്പോൾ ഡോക്ടറിൻ്റെ ബാത്റൂമിൽ തനിയെ വന്ന് പിന്നെ എഴിച്ച് നിന്ന് ഡ്രസ്സൊക്കെ മാറ്റി. അപ്പോൾ ഡോക്ടർ വരാൻ നേരമായപ്പോൾ ഇവൾ സ്വന്തമായിട്ട് തുണികളെല്ലാം എടുത്ത് മാറ്റി ഡയപ്പറൊക്കെ അവൾ
തന്നെ വെച്ച് എനിക്ക് അറിഞ്ഞൂടാ. അവൾ തന്നെ ഇതിൽ കൂടിയൊക്കെ എഴിച്ചൊക്കെ ഇതെല്ലാം വെക്കുന്നു. അങ്ങനെ വെച്ചോണ്ട് നിന്നിട്ട് പിന്നെ ഇത് പറഞ്ഞപ്പം ഞാൻ ഈ മോണിറ്ററിൽ നോക്കിയപ്പോഴുണ്ട് 100 തെളിഞ്ഞ് വന്ന് പെട്ടെന്ന് 100ആയി. അപ്പോൾ ഞാൻ ഡോക്ടറിൻ്റെ ഓടിച്ചെന്ന് ഡോക്ടർ പറഞ്ഞല്ലോ 50 ഇരിക്കണുള്ളൂ, അത് കൂടിയാലേ നമ്മൾ ഓക്സിജൻ കൊടുക്കുള്ളൂ എന്ന് പറഞ്ഞു. ഓടിച്ചെന്ന് ഡോക്ടറിൻ്റെ അടുത്ത് പറഞ്ഞു, ഡോക്ടറെ ഇപ്പോൾ അത് 100ആയെന്ന് പറഞ്ഞ്. ഡോക്ടർ ചോദിച്ചു ഇപ്പോൾ അവിടെ എന്തെങ്കിലും പ്രശ്നം നടന്നാന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ഒന്നും പറയണില്ല, 100ആയേ എന്തോ അസുഖത്തിൻ്റെ ഇതുകൊണ്ട് 100ആയെന്ന് വിചാരിച്ച്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു നമുക്ക് ICUലോട്ട് മാറ്റാം, ഇത്രയും ഓക്സിജൻ്റെ അളവ് കൊടുക്കണം, ICUലോട്ട് മാറ്റി. പിന്നെ അവർ കുറേ നേരം കഴിഞ്ഞപ്പോഴെന്നെ തല സ്കാനിങ് ചെയ്യണമെന്ന് പറഞ്ഞ് തല സ്കാനിങ് ചെയ്യാൻ കൊണ്ടുപോയപ്പോഴേ മെഡിക്കൽ കോളേജിൽ കൊണ്ടുവന്നിങ്ങി സ്കാനിങ് ചെയ്യാൻ കൊണ്ടുവന്നപ്പോൾ ആ റിപ്പോർട്ട് ഇതാ ഇവിടെ ഇരിക്കുന്നത്, തലച്ചോറിലൊന്നും ബാധിച്ചിട്ടില്ല. ഇത് ബാധിച്ചിട്ടില്ല, ഡോക്ടർ പറഞ്ഞ് റിസൾട്ട് ഇതായിരിക്കുകയാണ്, തലച്ചോറിലോട്ടൊന്നും ബാധിച്ചിട്ടില്ല. അപ്പോഴും ഡോക്ടർ പറഞ്ഞ് നിങ്ങൾ ഈ കൊച്ച് പാല് കുടിക്കുന്ന കൊച്ചാണ്, ഇപ്പോൾ അവൾ സുഖമായിട്ട് അടിച്ച് കിടന്നപ്പോൾ കുപ്പിയിൽ പാലടച്ച് അമ്മാവിയും അമ്മച്ചിയൊക്കെ ഇട്ടിട്ട് അങ്ങ് പോവും. എൻ്റെ മോളാണ് ആ കൊച്ചിനെ നോക്കണത്. അപ്പോൾ ഈ പാല് കാച്ചി കൊടുക്കണത് കൊണ്ട് എവിടെ പാലും കുടിക്കും, പാല് ഇവർ കുടിക്കില്ല എന്നാണ് പറയുന്നത്. അങ്ങനെയല്ല, ഉറങ്ങാൻ നേരത്ത് ചെന്ന് കിടന്ന് എൻ്റെ മോളെ പാല് കുടിക്കും. കാച്ചി കൊടുത്താൽ ഇങ്ങനെ ഒരുമാതിരി ആക്കിയിട്ട് ചിലപ്പോഴൊക്കെ ഈ പാല് കുപ്പിയിൽ കുടിക്കുള്ളൂ, പക്ഷെ അവളെ പാല് കൊച്ചു കുടിക്കും. അപ്പോൾ ഈ ഡോക്ടർ പറഞ്ഞു പാല് കുടിക്കുമെന്ന് ചോദിച്ചാൽ അപ്പോൾ ഞാൻ പറഞ്ഞു കുടിക്കും സാറേ, കുപ്പിയിൽ കൊടുത്താലും എൻ്റെ കൊച്ച് ആ എവളെ പാല് ചെന്ന് കിടന്ന് അവൾ അടുത്ത് കിടക്കുമ്പോൾ ഈ പാല് ലൈറ്റ് അണച്ചിട്ട് അവൾ കിടത്തും. അപ്പോഴിത് ചൂപ്പി കുടിച്ചാണ് കിടക്കണത്, പാല് കുടിക്കും എന്ന്. അപ്പോൾ ഡോക്ടർ പറഞ്ഞ് പിന്നെ അവൾ സുഖമായിട്ട് കിടന്നപ്പോൾ കാച്ചിയായിരുന്നാലും കൊടുക്കും. പക്ഷേ ഈ 3 ദിവസം കൊണ്ട് വിഷം കഴിച്ച് അവരെ വീട്ടിൽ കിടന്ന കൊച്ച് പാല് അബദ്ധവശാൽ ചിലപ്പോൾ കുടിച്ചെങ്കിലാ. അതുകൊണ്ട് ഈ കൊച്ചിനെ കൊണ്ടുവന്ന് നിങ്ങൾ പിന്നെ ഏതെങ്കിലും ഈ പിള്ളേരെ നോക്കണ ആശുപത്രി കൊണ്ടുവന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണമെന്ന് പറഞ്ഞ് ബ്ലഡിൽ വല്ല കൊച്ചിൻ്റെ ഈ അംശം വരാം. ഉടനെ ഞാൻ ഇറങ്ങി വന്ന ഉടനെ ആ അമ്മാവിൻ്റെ അടുത്ത് പറഞ്ഞ് നിങ്ങൾ കൊച്ചിനെ കൊണ്ട് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പോകണം. സുഖമായിട്ടിരുന്നപ്പോൾ അവൾ കാച്ചി കൊടുത്ത്, സുഖമില്ലാതെ ഈ 3 ദിവസം ഇങ്ങനെ നിങ്ങൾ ഈ വിഷം അത്രയും കഴിച്ച് നിങ്ങളെ മോനും അറിഞ്ഞ് നിങ്ങളും അറിഞ്ഞ് ഇട്ടുകൊണ്ടിരുന്നപ്പോൾ നമ്മളറിഞ്ഞിട്ടില്ല. നമ്മളറിഞ്ഞെങ്കിൽ നമ്മളെ മോളെ ഉടൻ കൊണ്ടുപോകായിരുന്നു, വലിച്ചീത്തങ്ങനെ കൊണ്ടുപോകായിരുന്നു. അറിഞ്ഞിട്ടുകൊണ്ട് കിടന്നപ്പോഴ് എൻ്റെ പൊടി കൊച്ച് അബദ്ധവശാൽ പാല് കുടിച്ചെങ്കിലാ നിങ്ങൾ ഏതെങ്കിലും ആശുപത്രി കൊണ്ട് എൻ്റെ കൊച്ചിന് ആദ്യം ടെസ്റ്റ് ആരെങ്കിലും കൊടുത്തു വിടണേ എന്ന് ഞാൻ അവിടെ വെച്ച് പറയണ്. അടുത്ത് തിരിച്ച് ഇവിടെ കൊണ്ടുവന്ന് ICUയിൽ കൊണ്ടുവന്ന് വെന്റിലേറ്ററിലാക്കി ഈ കൊച്ചിനെ കിടത്തിയിരുന്നാൽ ഇതേപോലെ ഇത് മരുന്നൊക്കെ അടച്ച് പിന്നെ കൂടുതലാണെന്ന് പറഞ്ഞ് പിന്നെ ഇത് സീരിയസ് ആയി. പിന്നെ ഇത്ര മണിക്ക് കറക്റ്റ് സമയം എനിക്ക് ഓർമ്മയില്ല മരിച്ചെന്ന് പറഞ്ഞ് അപ്പോഴും ഇവിടെ കൊണ്ടുവന്നതിന് ശേഷം ഈ സ്കാനിങ് റിപ്പോർട്ടിൽ ഇവിടെ തലയിലൊന്നും ബാധിച്ചിട്ടില്ല. ഇവിടെ അന്നും നല്ല സുഖമായിട്ട് എല്ലാ ആഹാരങ്ങളും കഴിച്ച് ബാത്റൂമിലെല്ലാം പോയവളാണ്. അപ്പം നമുക്കൊരു പ്രതീക്ഷയുണ്ട്, എന്തെന്ന് വെച്ചാൽ പിള്ളേക്ക് എപ്പോഴായിരുന്നാലും ഈ ബ്ലഡൊക്കെ അടച്ച് വരുമ്പോൾ പിള്ളേർ ജീവൻ തിരിച്ചു വരും. ബ്ലഡ് ജ്യൂസ് വാങ്ങിച്ച് കുടിക്കുന്ന എല്ലാ ആഹാരവും അവൾ ആർത്തിയോടെ വാങ്ങിച്ച എല്ലാ ആഹാരവും ഇന്നത് വേണം, ഹോട്ടലിലെ ചോറ് വേണമെന്ന് പറഞ്ഞാൽ അത് വാങ്ങിച്ച് കൊടുത്ത്, മുന്തിരി വേണമെന്ന് പറഞ്ഞാൽ ജ്യൂസ് വേണമെന്ന് പറഞ്ഞാൽ ചൂട് തേയില വേണം, എല്ലാ ആഹാരവും കഴിച്ച് അവൾ സുഖമായിട്ട് എഴിച്ച് നടക്കണം. ഡോക്ടറിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞത് സാറേ അവൾ എഴിച്ച് നടക്കരുത്. അപ്പോൾ നടക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, അവൾക്ക് എപ്പോഴും തലക്കറക്കം വരണമെന്ന് അറിയാൻ പറ്റില്ല. അപ്പം മോളെ നീ എപ്പോഴും എഴിച്ച് നടക്കുകയെന്ന് വെച്ചാൽ അവിടെ ഇരിയെന്ന് പറഞ്ഞ് കട്ടിലിരുന്നാൽ മതി, നീ എഴിച്ച് നടക്കണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ അടുത്ത് അമ്മ അതിന് അസുഖമൊന്നും എനിക്കില്ലല്ലോ അമ്മ എന്നാണ് അതുവരെയും പറഞ്ഞുകൊണ്ടിരുന്നത്. പോലീസിൽ പരാതി കൊടുത്തു. പോലീസിൽ മരണശേഷം എൻ്റെ മോള് കൊണ്ട് കൊടുത്തെന്നാണ് തോന്നുന്നത്. എനിക്ക് എൻ്റെ മോളെ ഇതൊക്കെ വന്നപ്പോൾ എനിക്ക് പിന്നെ എന്തിനാണെന്നൊന്നും പിന്നീടുള്ള കാര്യം മരിച്ചതിന് ശേഷമുള്ള കാര്യം എനിക്ക് അറിയണം. പക്ഷെ ഇവിടെ മരിച്ചു കിടന്ന് ഈ അടക്കത്തിനൊക്കെ എടുത്ത സമയത്ത് ഇവിടെ ആളുകൾ പറയണായിട്ട് എന്നാലും അവർ കൊച്ചിനെ കൊണ്ടുവന്നാന്ന് ചോദിച്ചു. അപ്പോൾ എൻ്റെ അടുത്തിരിക്കുന്ന ആളുകൾ ചോദിക്കുകയാണ് കൊച്ചിനെ കൊണ്ടുവന്നാൽ അവരിൽ ആരെങ്കിലും വന്നാന്ന് ചോദിച്ചു. ഈ അവിടെ വെന്റിലേറ്ററിൽ കൂടുതലായതും അവരാളുകളെല്ലാം പോയി. ഇവൻ മരിക്കുമെന്ന് അറിഞ്ഞപ്പോൾ അവളെ ഭർത്താവും അവളെ അമ്മാവിയും കൊച്ചും എല്ലാം അവിടെ നിന്ന് പോയി. പിന്നെ നമ്മളാണ് കിടന്ന് ഓടണം. എന്നാലും നമുക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു ഭർത്താവ് അവിടെ നിൽക്കുമെന്ന്. പക്ഷേ എൻ്റെ മോളെ സ്വന്തമായിട്ടാണ് കഴിച്ചിരുന്നെങ്കിൽ ഇവരെ ബന്ധുക്കൾ ആരെങ്കിലും അവിടെ നിൽക്കുമായിരുന്നു. ഈ മരണത്തിന് അവരാരെങ്കിലും വരുമായിരുന്നു. പക്ഷേ അമ്മാവി കൊടുത്ത വിഷമാണിത്. അമ്മാവി കൊടുത്തിട്ട് പേസ്റ്റിൻ്റെ കവർ കുളത്തിലെറിഞ്ഞതാണ്. അപ്പോൾ ഈ അമ്മാവിക്കും ഈ എൻ്റെ മരുമോനും അറിയാം ഈ വിഷം ഇവിടെ ഉള്ളിൽ കിടക്കണം. പക്ഷേ നമുക്ക് വ്യക്തമായിട്ടൊന്നും പറഞ്ഞു തന്നില്ല. ആശുപത്രിയിൽ ഇവരിങ്ങനെ പറയണമെങ്കിൽ ആശുപത്രിയിൽ ചോദിച്ചു നല്ല വ്യക്തമായിട്ട് പറഞ്ഞ് 3 ദിവസമായി കഴിച്ചെന്ന്. അപ്പോൾ അവന് അറിഞ്ഞൂടെ
3 ദിവസമായി കഴിച്ചത്. അപ്പോൾ ഇത്രയും വണ്ടി ഉള്ളവൻ എന്തിനാണ് കൊണ്ടുപോകാതെ എൻ്റെ മോളെ അവിടെ ഇട്ടിരുന്നത്? അപ്പോൾ എൻ്റെ മോളെ കൊല്ലാനല്ലേ? അവന് വേറെ കെട്ടണം, സ്ത്രീധനം വേറെ വാങ്ങിക്കണം, ഉരുപ്പടികൾ വാങ്ങിക്കണം. ഇതൊക്കെ അവർക്ക് അമ്മാവിക്കും. എൻ്റെ മോളെ അമ്മാവിയും ആ മരുമോനും കൂടിയാണ് എൻ്റെ മോളെ കൊന്നത്. പിന്നെ എൻ്റെ കൊച്ചിനെ കൊണ്ട് ഇത്തിരി ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് വാങ്ങിക്കണം. അത് ഞാൻ അന്നോട്ട് പറഞ്ഞിട്ടുണ്ട്. അവർ ഇന്ന് വരെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ കൊണ്ടുപോയില്ലെന്നാണ് നമ്മളിപ്പോൾ അറിഞ്ഞത്. ആ കൊച്ചിനെ ഇങ്ങനെ ഇട്ടിരുന്നാൽ പറ്റൂല, ആ കൊച്ചിനെ കൊണ്ട് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ കൊണ്ടുപോകണം. ഈ മോള് ഈ വിഷം ഉള്ളിൽ ചെന്ന കാര്യം അങ്ങനെ എന്തെങ്കിലും സംഭവത്തെക്കുറിച്ച് അവിടെ നിൽക്കുമ്പോൾ അമ്മേനെ ഫോണിൽ വിളിച്ച് പറഞ്ഞിരുന്നു? എൻ്റെ മോള് അവിടെ ഒരു ദിവസം 17-ാം തീയതി എൻ്റെ ഭർത്താവിൻ്റെ വീട്ടിൽ നിന്നപ്പോഴാണ് ഈ മോനുവിൻ്റെ അമ്മ വിളിച്ച് പറയണത്, നിങ്ങൾ പെട്ടെന്ന് ഇങ്ങോട്ട് വരണം, പിന്നെ ഇവിടെ 5-6 ആളുകൾ കൂടിയിരിക്കുകയാണ്, മോനുവിൻ്റെ ഒരു ആവശ്യമുണ്ട്, വരണമെന്ന്. അപ്പോൾ 10:30 ആയപ്പോൾ നമ്മൾ രാത്രി എൻ്റെ മോള് ഞാനും കൂടി ആ വീട്ടിൽ പോവുകയാണ്. പോയപ്പോഴും അവിടെ ചെന്നപ്പോൾ മോനുവിൻ്റെ അമ്മ പറഞ്ഞ്, പിന്നെ എൻ്റെ മോൻ ഒരു പെണ്ണിനെ വിളിച്ചുകൊണ്ട് വന്നെന്ന് പറഞ്ഞ് വേറെ. ഞാൻ അത് ചോദിക്കാൻ എൻ്റെ മോളടുത്ത് പോയി ചോദിച്ചപ്പോഴും പറഞ്ഞ്, ശരി തന്നെ അമ്മ, കൊച്ചിനെ വിളിച്ചോ. ഞാൻ പറഞ്ഞു, അതെൻ്റെ ഭർത്താവാണ്, എനിക്കൊരു കൊച്ചുണ്ട്, എൻ്റെ ഭർത്താവിനെ എനിക്ക് വേണം, അതുകൊണ്ട് നീ നിനക്കൊരു ഭാവി ഉണ്ടെന്ന് പറഞ്ഞ് ആ കൊച്ചിനെ നമ്മളവിടെ ചെന്നപ്പോൾ ആ കൊച്ചില്ല. അപ്പോൾ ആ കൊച്ചിനെ ആ വീട്ടിലെവിടെ കൊണ്ടാക്കാൻ ആരോ പോയിരിക്കുകയാണ്. അങ്ങനെ ചെന്ന് നമ്മൾ വീട്ടിൽ ചെന്ന് ഇങ്ങനെ നിന്നപ്പോൾ തന്നെ അവരെ സഹോദരിയുടെ മോൻ വാവയെന്ന് പറഞ്ഞ കൊച്ച് പറഞ്ഞെടാ, ചോര കുഞ്ഞിനെ ഇട്ടിട്ടാടാ നീ ഇത് ചെയ്യണം. അപ്പം മോന് ഞങ്ങൾ ആ വീട്ടിലില്ല, കുളത്തിൻ്റെ അറ്റത്താണ് ഇത് ചെയ്തതെന്ന് പറഞ്ഞ് അവനെ അടിക്കാൻ ഓട്ടിക്കണം. അതിൻ്റെ പുറകിൽ നിന്ന് അവൻ്റെ അച്ഛൻ്റെ സഹോദരൻ മൂത്ത മോൻ വന്ന്, പിന്നെ എൻ്റെ അനിയൻ എന്തിനാടാ അടിക്കുന്നതെന്ന് പറഞ്ഞ് കൂട്ടാടിയായി. അപ്പോൾ അടിക്കുന്നതെന്ന് പറഞ്ഞ് ഇവർ അടിയും പ്രശ്നം ഉണ്ടാക്കണം. അപ്പോൾ അച്ഛൻ ചെന്ന് വെട്ടിച്ചാത്തി എടുത്തുകൊണ്ട് വന്നിട്ട് ഇങ്ങനെ ഓടി, എന്തോ സാധനം എടുത്തുകൊണ്ട് ഓടി, എൻ്റെ മോൻ കാണിച്ച തെറ്റാണെന്ന് പറഞ്ഞ് ഓടണം. അമ്മ ഒരു കരിങ്കല്ലെടുത്ത് അവരുടെ തലയിൽ എറിയാനാണ്. ഇപ്പം ഇരുട്ടായതുകൊണ്ട് നമുക്ക് എവിടെ എന്തൊക്കെ നടക്കണമെന്ന് അറിയാൻ പറ്റണില്ല. രണ്ടാമത്തെ വീട്ടിൻ്റെ അവിടെയാണ്. അപ്പോൾ ഞാൻ കുറച്ച് നോക്കിയപ്പോൾ അവിടെ ഒരു കുതിരയെ കെട്ടിയിട്ടുണ്ട്. അതിൻ്റെ അടിയിൽ നിന്ന് എൻ്റെ മോളെ കിട്ടിയപ്പോൾ ഞാൻ വലിച്ചെടുത്തു. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ അടുത്തും പ്രായമായ ഒരു കൊച്ചല്ലേ എൻ്റെ കൂട്ടത്തിൽ നിൽക്കുന്നത്. അതിന് രണ്ടുപേരെ ഒതുക്കി പിടിച്ച് നിർത്തിയപ്പോൾ ഇവർ ഈ പയ്യനെ പിടിച്ച് അടുത്തുള്ള വീട്ടിനകത്ത് കതവ് കുറ്റിയിട്ടങ്ങ് കയറ്റി അവിടെ ഇട്ടിരുന്നപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ യവന്ത്ര ബലം പ്രയോഗിച്ച് കതവ് തുറന്നപ്പോൾ ഓടിച്ചെന്ന് ഉറങ്ങിക്കിടന്ന കൊച്ചിനെ എടുത്തോണ്ട് ഓടി. ഈ കൊച്ചിനെ കൊല്ലും എന്ന് പറഞ്ഞ് എടുത്തോണ്ട് ഓടി. അപ്പോൾ അവൻ്റെ അച്ഛൻ പുറകെ ഓടിയിട്ട് പറഞ്ഞ്, എടാ നീ കൊച്ചിനെ കൊല്ലാൻ കൊണ്ട് പോണാടാ എന്ന് പറഞ്ഞുകൊണ്ട് അച്ഛൻ കൊച്ചിന് 1 വയസ്സാവാൻ പോണ്. അപ്പം ബർത്ത്ഡേ വരെ എൻ്റെ മോളൊന്നും ചെയ്യൂല. അത്രയ്ക്ക് ആഗ്രഹിച്ചിരുന്നതാണ് ആ കൊച്ചിൻ്റെ ബർത്ത്ഡേ വരെ എൻ്റെ മോള് സ്വന്തമായിട്ടൊന്നും കഴിക്കില്ല. എൻ്റെ അടുത്ത് അമ്മ ബർത്ത്ഡേ കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞ് ഞാൻ വരാം അമ്മ വീട്ടിൽ, അതുവരെ ഞാൻ ഇവിടെ നിൽക്കും, അത് കഴിഞ്ഞിട്ട് ഞാൻ വരാം. അപ്പോൾ ബർത്ത്ഡേ എന്ന് പറഞ്ഞാൽ ഇവക്ക് ഭയങ്കര ഒരു ആഘോഷമാണ്, കൊച്ചിൻ്റെ ബർത്ത്ഡേ അല്ലേ. അപ്പോൾ ബർത്ത്ഡേക്ക് എന്ന് പറഞ്ഞ് ആ മോനുവിൻ്റെ അമ്മ എൻ്റെ അടുത്ത് 1 ലക്ഷം രൂപ ചോദിച്ചിരുന്നു. ശ്രീദേവിൻ്റെ ഭർത്താവിൻ്റെ അമ്മ 1 ലക്ഷം രൂപ ചോദിച്ചു. ഇതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഈ അടിയെല്ലാം നടന്നുകൊണ്ടപ്പോൾ പെട്ടെന്ന് ഇവൻ കതവ് തുറന്നത് എൻ്റെ മോള് പറഞ്ഞ്, എല്ലാവരും കൂടി എൻ്റെ ഭർത്താവിനെ അടിച്ച് കൊല്ലല്ലേ, എനിക്ക് എൻ്റെ കൊച്ചിന് അച്ഛയില്ലാതാവുന്നു. ഇവൻ ഈ ബോധമില്ലാത്ത പോലെ വന്ന് എൻ്റെ മോളെ വടം എടുത്ത് തലയിൽ 2 സൈഡിലും അടിച്ചിട്ട് അവളെയും ഞാൻ പിടിക്കുന്നത്, എനിക്ക് 2 പിള്ളേരെ പിടിക്കണ്ടേ ഇരുട്ടത്ത്, 2 പിള്ളേരെ പിടിച്ച് ഞാൻ മുറിക്കകത്തോട്ട് കൊണ്ടുപോയപ്പോൾ ആ കൊച്ചിനെ കൊണ്ടുവന്ന് അച്ഛൻ ആ കട്ടിലിൽ കിടത്തി. അപ്പോൾ 2 പിള്ളേരെ ഞാൻ പിടിച്ചുകൊണ്ട് ആ കട്ടിലിൽ കൊണ്ടുപോവുകയാണ്. അപ്പോഴും യവൻ ഇത്തിരി ശമിച്ച് അതിൻ്റെ അകത്ത് കയറി വന്നു. പിന്നെ നമ്മൾ പറഞ്ഞു, മോളെ നമുക്ക്, അപ്പം ഈ അമ്മാവിയും ആ മോനും പറയാണ് 3 സെൻറ്റ് എഴുതി തരി എന്ന് പറഞ്ഞ്. 3 സെൻറ്റ് നിങ്ങളതിലേക്ക് ഉരുപ്പടി കിടക്കുകയല്ലേ, നിങ്ങൾ ഉരുപ്പടി തരാം. അപ്പം ഞാൻ പറഞ്ഞ്, കല്യാണത്തിന് ഇട്ടുതന്ന ചെയിനും കമ്മലും നീ വിറ്റ് ആട്ടയെടുത്ത്, അത് നിങ്ങളെ ഉപജീവന മാർഗത്തിൽ. കൊച്ചിനെ ഇട്ട് തന്നത് നിങ്ങൾ ഒരാഴ്ച കഴിയുമ്പോൾ എല്ലാം വിറ്റ് കളഞ്ഞു, അതും നമ്മൾ ചോദിക്കില്ല, നിങ്ങൾ ആശുപത്രി കേസിനെ വല്ലതും എടുത്ത് കാണും, നിങ്ങൾക്ക് 3 സെൻറ്റ് എഴുതി തരും. എടാ നീ ഈ 3 സെൻറ്റ് ഞാൻ എഴുതി തരും, പക്ഷേ എനിക്ക് സർവേ നമ്പർ തെറ്റിക്കിടക്കുകയാണ്, പിന്നെ IAO ലിസ്റ്റിൽ കിട്ടിയ ഭൂമിയിലാണ് ഞാൻ താമസിക്കുന്നത്, എൻ്റെ ഭർത്താവിൻ്റെ അവിടെ ഓഹരിയാണ് അതുള്ളത്, അത് ഞാൻ എങ്ങനെയെങ്കിലും നിങ്ങൾ 2 പെമ്മക്കൾക്ക് തന്നെ എപ്പോഴായിരുന്നാലും നിങ്ങൾക്ക് അപ്പോൾ അവൻ പറഞ്ഞു, നിങ്ങൾ ഇത്രയും 3 സെൻറ്റ് എഴുതി തരണില്ലല്ലോ, നിങ്ങൾ ഉരുപ്പടികളൊക്കെ തരണില്ല, ആദ്യം ഉരുപ്പടിയൊന്നും വേണ്ടെന്ന് പറഞ്ഞാൽ കെട്ടിക്കൊണ്ട് പോയത്, അപ്പം നിങ്ങളെ കയ്യിൽ ഈ ചെറിയ ഐറ്റങ്ങളൊക്കെ കിടക്കണോ, അതൊന്നും തരണില്ലല്ലോ എന്ന്. അപ്പോൾ ഞാൻ എല്ലാം തരും, 2 പെമ്മക്കൊക്കെയുള്ളതാണ്, ഞാൻ എന്തൊരു അധ്വാനിച്ചുണ്ടാക്കിയാലും നിനക്ക് എന്നെ തരുമെന്ന് പറഞ്ഞ് അവിടെ പിന്നെ പ്രശ്നങ്ങളൊക്കെ അങ്ങ് സോൾവായി. എൻ്റെ മോളെ അവിടെ ഇതൊക്കെ ആയപ്പോൾ ഞാൻ പറഞ്ഞു, മക്കളെ ഇത്രയും അടിമേളം നടക്കുന്നിടത്ത് മക്കൾ ഇവിടെ
നിൽക്കണ്ട, മക്കൾ വാ, 2 ദിവസം നമ്മളെ വീട്ടിൽ നിന്നിട്ട് മക്കളെ ഇങ്ങ് കൊണ്ടാക്കാം, ഇവന്മാർ ഇതെല്ലാം ശമിച്ചതിന് ശേഷം കൊച്ചിനെ എടുത്തോണ്ട് വാക്കള. അപ്പം എൻ്റെ മോള് അവനെ കെട്ടിപ്പിടിച്ച് വെച്ചോണ്ട് പറഞ്ഞു, മോനു എന്നെ നീ വേണ്ടെന്ന് പറയല്ലേ, മോനു എന്നെ നീ വേണ്ടെന്ന് പറയല്ലേ, എൻ്റെ കൊച്ചിന് അച്ഛൻ വേണം, എന്നെ വേണ്ടെന്ന് പറയല്ലെന്ന് പറഞ്ഞ് അപേക്ഷിച്ച് അവൻ്റെ അടുത്ത് മാപ്പ് ചോദിക്കും പോലെ പറഞ്ഞിട്ട് നമ്മൾ പിന്നെ അന്ന് നോക്കിയപ്പോൾ കുറേ കഴിഞ്ഞ് നമ്മൾ 1 മണി 1:30 വരെയൊക്കെ അവിടെ നിന്ന് ഒടുക്ക ഇവരെ പ്രശ്നമൊക്കെ സോൾവ് ആയി. എൻ്റെ മോള് പറഞ്ഞ്, അമ്മ ഞാൻ ഇവരെന്തൊരു വന്നാലും ഞാൻ ഇനി ഒരു പ്രശ്നത്തിൽ പോകില്ല, എൻ്റെ കൊച്ചിൻ്റെ ബർത്ത്ഡേ വരെ ഞാൻ ഇവിടെ നിൽക്കും, എൻ്റെ കൊച്ചിൻ്റെ ബർത്ത്ഡേ ആണ് എനിക്ക് നല്ല ആഘോഷിക്കണം, അതുകൊണ്ട് ഞാൻ ഈ ഒരു പ്രശ്നത്തിൽ പോകില്ലെന്ന് പറഞ്ഞ് നമ്മൾ പിന്നെ 1:30 കഴിഞ്ഞ് അവിടെ പിന്നെ ഒരു പ്രശ്നമില്ല, ആളുകളെല്ലാം പിരിഞ്ഞു പോയി. പിന്നെ അതിൻ്റെ ഇടയിൽ സ്റ്റേഷനിൽ നിന്ന് അവൾ തന്നെ നേമൻ സ്റ്റേഷനിലെ വണ്ടി വിളിച്ച്. അപ്പോൾ എങ്ങനെയെന്ന് വെച്ചാൽ അവിടെ ഒരു പോലീസ് വണ്ടി നമ്മൾ ഈ വീട്ടിലിരുന്നപ്പോൾ കുളത്തിൻ്റെ അവിടെ വന്നപ്പോൾ ഞാൻ പറഞ്ഞു, ഈ പോലീസ് വണ്ടി ആരിത് വിളിച്ചതെന്ന് ചോദിച്ചപ്പോൾ ആ മോനുവിൻ്റെ അമ്മ പറഞ്ഞ്, എൻ്റെ മോൻ പെണ്ണിനെ വിളിച്ചുകൊണ്ട് വന്നതുകൊണ്ട് നാട്ടുകാരെല്ലാം കൂടി എൻ്റെ മോനെ അടിച്ചു കൊല്ലും, പോലീസ് വണ്ടി വരുമ്പോൾ എല്ലാവരും ഒഴിഞ്ഞ് ഓടിപ്പോവും, അതുകൊണ്ട് ഞാൻ വിളിച്ചതെന്ന് ആ അമ്മാവി പറഞ്ഞു. പിന്നെ ഈ പ്രശ്നങ്ങളൊക്കെ തീർന്ന് എൻ്റെ മോൾ വരൂലെന്ന് തീർത്ത് പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ച് ഒരു ഭർത്താവിൻ്റെ അടുത്ത് നിന്ന് നമ്മളിനിപ്പോൾ വലിച്ചു പിടിച്ച് കൊണ്ടുവന്നാൽ എൻ്റെ മോൾക്ക് എന്തെങ്കിലും സംഭവിക്കുമല്ല, മറ്റേ ഭർത്താവിൻ്റെ അടുത്ത് ഇപ്പോൾ സന്തോഷമായിട്ട് ഇരിക്കുന്ന കണ്ടിട്ട് അമ്മ 2 ദിവസം കഴിഞ്ഞ് ഞാൻ വരാം, ബർത്ത്ഡേ കഴിഞ്ഞ് ഞാൻ വരാം എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പിന്നെ 1:30 ആയപ്പോൾ എൻ്റെ മോൾ ഞാനും കൂടി വണ്ടി എടുത്ത് ഇങ്ങ് വീട്ടിൽ പോകുന്നതിന് ശേഷം പിന്നെയും ഇവർ പിന്നെ അടുത്ത ദിവസമാണെന്ന് തോന്നുന്നു, എനിക്ക് ഡേറ്റ് ഒന്നും ഇപ്പോൾ കറക്റ്റായിട്ട് അറിഞ്ഞൂടാ, ഇതേപോലെ വിളിച്ചിട്ട് നമ്മളെ വിളിച്ച് ഇതേപോലെ എന്തിനൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നതിൻ്റെ ഇടയിൽ എന്തിനാ അപ്പോഴും സ്വത്ത് ചോദിക്കുകയാണ്. 1,00,000 രൂപയും നിങ്ങൾ കുറച്ച് ഉരുപ്പടിയും ഈ 3 സെൻറ്റ് സ്ഥലം എഴുതി തരാത്തത് എന്ന് ചോദിച്ചാൽ. അപ്പം ഞാൻ പറഞ്ഞ്, നീ എൻ്റെ മോളെ സംരക്ഷിച്ച് കൊച്ചിനെ സംരക്ഷിച്ച് ജീവിച്ച് വാ, നിനക്ക് എഴുതി തരും, എപ്പോഴായിരുന്നാലും എഴുതി. സ്ത്രീധന പീഡനം തന്നെ എൻ്റെ മോളെ അടിച്ചടിച്ച് ഉപദ്രവിച്ച് അങ്ങനെയാണ് പീഡിപ്പിച്ചാണ് ഇവൻ ഇതെല്ലാം വായിക്കണം. അപ്പോൾ എൻ്റെ ഇളയ മോളടുത്ത് പറയണമെന്ന്, അമ്മയുടെ നിന്ന് 1000 രൂപ 2000 രൂപ ചോദിക്കുമ്പോൾ അമ്മ കൊണ്ട് തരാമെന്ന് പറഞ്ഞ് നമുക്ക് തന്നില്ലെങ്കിൽ ബെൽറ്റ് എടുത്ത് വെച്ച് എൻ്റെ തലയിലൊക്കെ അടിച്ചിട്ടുണ്ടെന്ന് എൻ്റെ 2ാമത്തെ മോളടുത്ത് പറഞ്ഞു. അതാണ് ഈ മുഴച്ചൊക്കെ ഇരുന്നതെന്ന് പറഞ്ഞു മുമ്പ്. അപ്പോൾ ഇവ പല തവണ ഇങ്ങനെ അടിച്ചിട്ടുണ്ടെന്ന് അവളടുത്ത് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഭാര്യയും ഭർത്താവും അല്ലേ, അങ്ങ് ഒരുമിച്ചു. അപ്പോൾ ഞാൻ തൊഴിലുറപ്പിൻ്റെ പൈസ കിട്ടിയപ്പോൾ ഞാൻ ഒരു ബർത്ത്ഡേക്ക് മുമ്പേ ഒരു കാറ് പോലത്തെ വാച്ചുകൊണ്ടെടുത്ത്. എന്തെന്ന് വെച്ചാൽ കാറിലിരുത്തുമ്പോൾ എൻ്റെ മോക്ക് റെസ്റ്റ് കിട്ടുമല്ല. ഈ അമ്മാവിയും പിന്നെ അമ്മുമ്മയും അന്വേഷിക്കാമെന്ന് പറഞ്ഞാണ് നൂലുകെട്ടിന് മുമ്പേ ഈ കൊച്ചിനെ, എൻ്റെ അടുത്ത് ഉറങ്ങി കിടന്ന കൊച്ചിനെ 2 പേര് വിളിച്ചുണർത്തി അവർ കൊണ്ടുപോയി. അപ്പോൾ അവർ വീട്ടു ജോലിക്ക് പോകുന്നു, പ്രസവകാര്യം അന്വേഷിക്കുന്നു, അവരന്വേഷിക്കാമെന്ന് പറഞ്ഞാണ് ഈ കൊച്ചുങ്ങളെ കൊണ്ടുപോകണത്. അപ്പം ഞാൻ വിചാരിച്ചു അവരന്വേഷിക്കുമെന്ന് വിചാരിച്ചു. ഈ കാറെടുത്ത് തലയിൽ അടിച്ചു കൊടുത്ത്. അപ്പോൾ കുറച്ച് കഴിഞ്ഞ് നോക്കിയപ്പോൾ ഞാൻ പറഞ്ഞു, എന്തിടാ നമ്മൾ നിൽക്കുമ്പോൾ ഇങ്ങനെ അടിച്ചാൽ കുറച്ച് കഴിയുമ്പോൾ ഇവർ നല്ല സന്തോഷമായിട്ടിരിക്കണം. അപ്പോൾ എൻ്റെ മോള് ചായയൊക്കെ ഇട്ട് എനിക്ക് തന്ന് നമ്മൾ കുടിച്ച് നമ്മളെ സന്തോഷമായിട്ട് അവിടെ ഇരുന്നിട്ട് ഞാൻ പറഞ്ഞു, മക്കളെ എഴിച്ചു വാ, എടാ നീ കൊണ്ടാക്കണം, നിനക്ക് 2 ആട്ടയുണ്ട്, എൻ്റെ വീട്ടിൻ്റെ റോഡാണ്, എൻ്റെ വീട്ടിൻ്റെ വാതിൽ വരെ കൊണ്ടാക്കിയ ഞാൻ പിന്നെ എൻ്റെ മോളെ അവിടെ നിർത്തി ഇതൊക്കെ ഒന്ന് അടങ്ങിയിട്ട് ഞാൻ നിൻ്റെ കൂട്ടത്ത് വിട്ടുതരാം, ഞാൻ കൊണ്ടാക്കി തരാം, അല്ലെ നീ വിളിക്കാൻ വന്നാൽ മതി എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മോള് പറഞ്ഞു, അമ്മ ഇനിയിപ്പോൾ എന്തൊക്കെ വന്നാലും എൻ്റെ ഭർത്താവിൻ്റെ അടുത്ത് ഞാൻ നിന്നോളാം, എൻ്റെ മോളെ ബർത്ത്ഡേ വരെ ഞാൻ ഒന്നും ചെയ്യൂല, എൻ്റെ കൊച്ചിൻ്റെ മോൻ്റെ ബർത്ത്ഡേ വരെ അമ്മ നോക്കിക്കോ, ഞാൻ ഒന്നും ചെയ്യില്ല, എൻ്റെ കൊച്ചിൻ്റെ ബർത്ത്ഡേ എനിക്ക് അത്രയ്ക്ക് അടുത്തുള്ള കൊച്ചിൻ്റെ ബർത്ത്ഡേ ആഘോഷിച്ച് അവൾ കണ്ടതാണ്, അതേപോലെ ഞാൻ ആഘോഷിക്കും. അപ്പം ഞാൻ എൻ്റെ മോളെയും കൊണ്ട് എന്തെങ്കിലും ഉടുപ്പ് ഇതൊക്കെ വാങ്ങിച്ച് വരാമെന്ന് പറഞ്ഞു. അപ്പോഴാണ് അമ്മാവി പറയണത്, ഇനി മേലാൽ ഈ വീട്ടിനകത്ത് വന്ന് കയറേ ഇവിടെ വന്ന് എൻ്റെ വസ്തുവിലെന്ന് കാല് കുത്തി പോവുകയും ചെയ്യല്ലേ, നിങ്ങൾ ഈ വീട്ടിനകത്ത് ഇനി വന്നു പോവല്ലെന്ന് പറഞ്ഞ്. അപ്പോഴും ഞാൻ പറഞ്ഞ്, അങ്ങനെ നിങ്ങൾക്ക് പറയാൻ പറ്റൂല, ഞാൻ പറഞ്ഞ നിങ്ങൾ ആരെയും നോക്കിയല്ല, എൻ്റെ മോൾ ഇവിടെ ഇരിക്കുകയാണ്, എൻ്റെ മോളെ കൊച്ചു ഉള്ളിടത്തോളം കാലം ഞാൻ ഈ വീട്ടിൽ വരും, എൻ്റെ മോളെയും കൊച്ചിനെയും കാണാൻ വേണ്ടി നിങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയി ഇനി മേലാൽ ഇവിടെ വന്ന് കയറിപ്പോവല്ലെന്ന് പറഞ്ഞ്. അപ്പോൾ നമ്മൾ ഇങ്ങ് വീട്ടിൽ പോന്ന്. അപ്പോൾ പിറ്റേ ദിവസം ഇവരിങ്ങനെ കർശനമായിട്ട് പറഞ്ഞിരിക്കുന്നതുകൊണ്ട് പിന്നെ അവിടെ നിന്ന് മോക്ക് ഫോണില്ല. പിന്നെ അവനെ ഫോൺ വിളിച്ചാലേ അവൻ പറഞ്ഞാലേ നമുക്ക് എന്തെങ്കിലും അറിയാൻ പറ്റൂ. അപ്പോൾ എനിക്ക് ഫോണില്ല, ആ ഫോണതാ ഇല്ലാതായി കിടക്കുകയാണ്. അപ്പോൾ എൻ്റെ മോളെ ഫോണിൽ എന്തെങ്കിലും കോൾ വന്നാലേ എനിക്ക് അങ്ങോട്ട് പോകാൻ പറ്റൂ. അപ്പോൾ അന്നത്തെ ദിവസം ഒരു ഫോൺ കോളുകളും പറഞ്ഞില്ല. ഈ 16-ാം തീയതി ഒരു ഫോൺ കോളും വന്നില്ല. 17-ാം തീയതി എൻ്റെ മോളെ ഫോണിൽ ഒരു കോൾ വന്നിട്ട് അമ്മാവിയാണ് വിളിച്ച് പറയണത്, ഇവിടെ കൊച്ച് ശർത്തലായിട്ട് കിടക്കണ്, നിങ്ങൾ ആശുപത്രി കൊണ്ട് പോവരുത്, നിങ്ങൾ നേരെ നിങ്ങളെ വീട്ടിൽ കൊണ്ട് പോകണമെന്ന് പറഞ്ഞ്.
വീട്ടിലാണ് കൊണ്ടുപോവാൻ, നിങ്ങൾ വരുമ്പോൾ വീട്ടിൽ കൊണ്ടുപോകണം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പെട്ടെന്ന് ഒരുങ്ങി വേറൊരിടത്ത് 500 രൂപ കടം വാങ്ങിച്ച് ഞാൻ ഓടി എൻ്റെ മോളെ നോക്കാൻ 2 പേരായിട്ട് നമ്മൾ പോവുകയാണ്. ചെന്ന സമയത്ത് ഇവള് ഒട്ടും വയ്യാതെ ശർത്തലായിട്ട് കിടക്കുകയാണ്. നമ്മൾ എങ്ങനെയെങ്കിലും വിളിച്ചു കയറ്റി ഞാൻ പറഞ്ഞിടാ നിനക്ക് ആട്ടയുണ്ട്, നിൻ്റെ അച്ഛൻ ആട്ടയുണ്ട്, നീ ആട്ട എടുത്തുണ്ടോ? വണ്ടി എടുക്കൂല, ഇവന് ഡിയോ വണ്ടിയുണ്ട്, ഡൂക്ക് വണ്ടിയുണ്ട്, ഇതൊന്നും എടുക്കില്ല, പിള്ളേരെ വണ്ടി. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് എല്ലാവരെയും കൂടി ഒരു ആക്റ്റീവ് കയറ്റാൻ പറ്റൂല, നീ ആട്ടോക്കാരനാണ്, നീ ഒരു ആട്ടോ വിളിച്ച് വിട്ടു തരാൻ പറഞ്ഞപ്പോൾ പിന്നെ ആട്ടോക്കാരെ വന്ന ഉടനെ ഇവ എൻ്റെ അടുത്ത് ചോദിക്കുന്നത് അവൾ വിഷം കഴിച്ച കാര്യം വല്ലതും പറഞ്ഞാൽ നിങ്ങൾ എന്തിരുന്നോ ചെറുതായിട്ട് ചോദിക്കുമ്പോൾ ഒടുക്കം നമ്മൾ അതൊന്നും നമ്മൾ കളിക്കെടുക്കണില്ല. അത് നമ്മൾ എന്തെന്നറിയാം, പിള്ള അങ്ങനെ ചെയ്യൊന്നുമില്ല. നമ്മൾ പെട്ടെന്ന് വയ്യാത്തതുകൊണ്ട് ശാന്തി അപ്പോഴും വിഷത്തിൻ്റെ ആരും പറഞ്ഞില്ല, ശാന്തിയുള്ള ആശുപത്രിയിൽ നമ്മൾ കൊണ്ടുപോയി ഈ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത്. എന്താണെന്ന് വെച്ചാൽ മോളെ ഇനിയും ഗർഭിണിയാണോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ, അതിന് വേണ്ടിയാണ് നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തപ്പോൾ ഇവൻ്റെ കൂട്ടത്ത് അപ്പോഴും നമ്മളെ കൂട്ടത്ത് വന്നില്ല. പിന്നെ ഇവൻ കൊച്ചിനെയും കൊണ്ട് വന്ന് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തിരുന്നു. അപ്പോൾ ഇവൻ്റെ കൂട്ടത്ത് 10 പയ്യന്മാർ കൂട്ടുകാരന്മാർ അവിടെ വന്നു. കൂട്ടുകാരന്മാരടുത്ത് നിന്ന് ഇവൻ പറയാണ് ശ്രീദേവി ഏതായാലും വിഷം കഴിച്ച് 3 ദിവസമായി, ഇനിയിപ്പോൾ ശ്രീദേവി മരിക്കും, മിന്നു മരിക്കുമ്പോൾ ഞാൻ ആദ്യം ഒരു പെണ്ണിനെ പുഞ്ചക്കരയിലുള്ള പെണ്ണിനെ അവിടെ വിളിച്ചുകൊണ്ട് വന്നില്ലേ, ആ പെണ്ണിനെ ഞാൻ കെട്ടും, ആ പെണ്ണിനെ കെട്ടിക്കഴിഞ്ഞാൽ ശ്രീദേവിയും കൂടി മരിച്ചതുകൊണ്ട് എനിക്കിനി ഈ കൊച്ചിനെ ഞാൻ കൊല്ലും. ഇത്രയും കേട്ടപ്പോൾ ഞാൻ ഓടി ചെന്ന് ഡോക്ടറിൻ്റെ അടുത്തോളൂ, ഡോക്ടറെ എൻ്റെ മോക്ക് പിന്നെ ആഹാരത്തിൽ എന്തൊരു വിഷം കൊടുത്തിരിക്കുകയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു അയ്യോ വിഷമാണെങ്കിൽ ഇവിടെ നമുക്ക് ചികിത്സയില്ല, 108 വിളിച്ചു തരാം, നിങ്ങൾ മെഡിക്കൽ കോളേജിൽ പെട്ടെന്ന് കൊണ്ട് എത്തിക്കുകയെന്ന് പറഞ്ഞു. മെഡിക്കൽ കോളേജിൽ ഡോക്ടർ ഇങ്ങനെ ചികിത്സിച്ച് അപ്പോൾ ഈ കൊച്ചിനെ ഇവരിങ്ങനെ തള്ളിത്തരണം. അപ്പോൾ ഞാൻ പറഞ്ഞു കൊച്ചിനെ നിങ്ങൾ വെച്ചിരിക്കും, പിന്നെ എവളാ രക്ഷിക്കാൻ നോക്കട്ടെ, നിങ്ങളടുത്ത് വളർന്ന കൊച്ചാണ്ട്. അപ്പോൾ അവർ ഇല്ല, നിങ്ങൾ ഈ കൊച്ചിനെയും കൂടി നോക്കി രാത്രിയിൽ. അപ്പോൾ നമ്മൾ അവളെ രക്ഷിക്കട്ടെ. ഡോക്ടർ ഈ ചികിത്സയെല്ലാം ചെയ്തുകൊണ്ട് ഡോക്ടർ പറഞ്ഞ് ആ കഴിച്ച വിഷത്തിൻ്റെ എന്തെങ്കിലും അടയാളം വല്ലതും നിങ്ങൾക്ക് ഉണ്ടാ എന്ന് ചോദിച്ചാൽ എങ്കിലേ എത്ര കഴിച്ചെന്ന് ഏത് വിഷം കഴിച്ചെന്ന് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവർ ഈ കഴിച്ച വിഷത്തിൻ്റെ അതുവരെ ഇവർ ഏത് വിഷമെന്ന് ആ കഴിച്ച വിഷമെന്ന് ഒന്നും നമ്മളടുത്ത് പറഞ്ഞില്ല. അപ്പോഴീ ഡോക്ടർ എന്തെങ്കിലും ചോദിച്ചപ്പോൾ അതിൻ്റെ ഫോട്ടോ അമ്മാവി അയച്ചു തന്നു. അന്ന് ഹോസ്പിറ്റലിലേക്ക് വന്നില്ല, അമ്മാവി അന്ന് വെളിയിലെന്തോ എന്തോ ആണ്. അപ്പോൾ ഞാൻ പറഞ്ഞ് നിങ്ങളെ മോയ് എൻ്റെ മോള് രക്ഷപ്പെട്ടാലേ നിങ്ങളെ മോയ് ജയിലിലാവാതിരിക്കുള്ളൂ, നിങ്ങൾ ആ കൊടുത്ത വിഷത്തിൻ്റെ കവർ എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു. നമുക്കപ്പോൾ ബോധ്യമായല്ല നിങ്ങൾ അത്. അപ്പോൾ അവൾ പറഞ്ഞു ഞാൻ കൊണ്ടുവന്ന വിഷമാണെന്ന് അവൾ പറഞ്ഞ്. ഞാനല്ല, മോനുവിൻ്റെ അമ്മാവി കൊണ്ടുവന്ന വിഷമാണെന്ന് പറഞ്ഞു. ഈ ഞാനെന്ന് പറയുമ്പോൾ എന്നെ നിങ്ങൾ അതിൽ തെറ്റിദ്ധരിക്കല്ലേ, ഞാനല്ല, അമ്മാവി പറഞ്ഞതാണ് ഞങ്ങളടുത്ത് നിന്ന് പറഞ്ഞ് അമ്മാവി കൊണ്ടുവന്ന വിഷമാണെന്ന് പറഞ്ഞ്, പേസ്റ്റ് രൂപത്തിലെ വിഷം അമ്മാവി കൊണ്ടുവന്ന വിഷമാണ് എന്ന് അമ്മാവി പറഞ്ഞ്. അപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾ അതെടുത്തോണ്ട് വരി, എന്നാലും നിങ്ങളെ മോനെ ജയിലിലിടാതെ രക്ഷപ്പെടാൻ പറ്റും, എൻ്റെ മോളെ ഇനി ഡോക്ടർ ചികിത്സിക്കുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ അതുവരെ വിഷത്തിൻ്റെ കവർ വീട്ടിലില്ല, അറിഞ്ഞൂടാ, ഇതെല്ലാം പറഞ്ഞവർ ഇവർ അടയാള സഹിതം പറഞ്ഞ് അത് കൊടുത്ത അപ്പോഴും ഞാൻ ആ വിഷം എടുത്ത് ഇവൾ കഴിച്ച ഉടനെ തന്നെ ആ വിഷം എടുത്ത് ഞാൻ കുളത്തിനകത്ത് എറിഞ്ഞെന്ന് പറഞ്ഞാൽ അതിൻ്റെ കവർ കുളത്തിനകത്താണ് എറിഞ്ഞത്. അപ്പം ഞാൻ ഇതിൽ വെച്ച് നിങ്ങൾ കുളത്തിനകത്ത് എറിഞ്ഞ് നിങ്ങളല്ലേ എറിഞ്ഞ കുളത്തിനകത്ത്. ഇപ്പം എൻ്റെ മോളെ വിഷം കഴിച്ചെങ്കിൽ എവിടെ എറിഞ്ഞെന്ന് അവർക്ക് അറിയാൻ പറ്റില്ല. അവർ കൊടുത്തതായതുകൊണ്ടാണ് ആ കുളത്തിൽ അവർ അടയാള സഹിതം പറഞ്ഞു കൊടുത്ത് ഇന്ന സ്ഥലത്ത് കിടക്കണം എടുത്തുണ്ടോ മക്കളെ എന്ന് പറഞ്ഞ് അവരെ മൂത്ത മോൻ്റെ ഇളയ മോൻ അവിടെ ആ സാധനം കൊണ്ടുവന്ന് ആ പേസ്റ്റ് വിഷമായിട്ട് അന്ന് കൊണ്ടുവരില്ല, അന്ന് കിട്ടണില്ല, ഇവർ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അന്ന് തന്നെ ഈ വിഷത്തിൻ്റെ കാര്യം പറഞ്ഞതിൻ്റെ അന്ന് തന്നെ അവർ ഈ മെഡിക്കൽ കോളേജ് ആശുപത്രി നേരെ സൂപ്പർ സ്പെഷ്യാലിറ്റിയിലോട്ട് മാറ്റിയപ്പോഴും ഇവർ ഈ വിഷം ഇവിടെ കൊണ്ടുവരാൻ ഞാൻ പറഞ്ഞു നിങ്ങൾ വിഷം കൊണ്ടുവരും എന്നാലേ ഡോക്ടർമാർക്ക് അത് ചികിത്സിക്കാൻ പറ്റുള്ളൂ ഇവിടെ പറഞ്ഞിട്ടുണ്ടല്ലോ. അവിടെ ചെന്നപ്പം ഇവരെ വീട്ടിലുള്ളവർ ആ വിഷവും കവറും കൊണ്ടുവന്ന് കവറിനകത്ത് പൊതിഞ്ഞ് വിഷം. ഞാൻ ഈ വിഷം എടുത്ത് നോക്കിയപ്പോൾ ഡോക്ടർ നോക്കിയപ്പോൾ ഈ പേസ്റ്റ് രൂപത്തിലുള്ള വിഷം മുഴുവനും വലിച്ചിങ്ങനെ എടുത്ത് നമ്മളൊരു ഗോൾഗേറ്റ് പല്ല് തേക്കാൻ എടുക്കുന്ന ഗോൾഗേറ്റിൽ നിന്ന് എല്ലാം തീർത്തെടുത്ത്, ഇനി അതിൽ ഒരു തുള്ളി പോലും ഇല്ലാതെ എല്ലാം തീർത്തെടുത്ത രൂപത്തിലാണ് ആ വിഷത്തിൻ്റെ കവർ കിട്ടിയത്. ഡോക്ടർമാർക്ക് കിട്ടി. അപ്പോൾ ഡോക്ടർമാർ പറഞ്ഞ് ഈ ഒരു കൊച്ച് കഴിക്കണമെങ്കിൽ ഈ പേസ്റ്റ് ആയതുകൊണ്ട് ഈ ശകലം എടുത്ത് രുചിച്ച് നോക്കും, മധുരോ ഇനിയിപ്പോൾ പുളിപ്പാന്ന് ഇതാരോ കൊടുത്തതാണെന്ന് അന്നേ ഡോക്ടർ അവിടെ വെച്ച് പറഞ്ഞ്. അല്ലാതെ കൊച്ചിൻ്റെ ഉള്ളിൽ പോകില്ല. ഇത് ഇങ്ങനെ കൊച്ച് രുചിച്ച് നോക്കുമ്പം
എന്തെന്നറിഞ്ഞിട്ടേ കൊച്ച് കഴിക്കുകയുള്ളൂ. അപ്പോൾ ഇത് ഫുള്ളും കൊടുത്തിരിക്കണല്ല എന്ന് ഡോക്ടർ പറഞ്ഞു. ഫുള്ള് വിഷം അവളെ ഉള്ളിൽ പോയിരിക്കണം, ഇനി ഇതിൽ ഒരു അംശം പോലും ഇല്ലല്ലോ എന്ന് ഡോക്ടർ പറഞ്ഞു. ആ കവർ കണ്ട് ഡോക്ടർ പറഞ്ഞു. പിന്നെ അവർ ഈ വിഷം ഉള്ളിൽ ചെന്നതുകൊണ്ട് ഉടനെ പറഞ്ഞ് ഡയാലിസിസ് പോലെ ഇത് ബ്ലഡ് അകത്ത് കയറ്റി അതിൻ്റെ അഴുക്ക് മാറ്റണം. വലിയ ഡയാലിസിസ് അല്ല, നിങ്ങൾ പേടിക്കേണ്ട, ഈ വിഷത്തിൻ്റെ അംശം അവളെ ശരീരത്തിൽ ഒരു അംശം പോലും ഇല്ലാതിരിക്കാൻ വേണ്ടി മാറ്റാനെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ഈ ആദ്യത്തെ ഡയാലിസിസ് പോലെ ചെയ്യണതിൻ്റെ അന്ന് ഒരു ജഡ്ജി വന്ന് പിന്നെ മോളെ മൊഴി എടുക്കണം, എൻ്റെ അടുത്ത് പുറത്ത് പോകാൻ പറഞ്ഞു. ആ ഡയാലിസിസ് ചെയ്യണം അടുത്ത് ആ വാതിലിൻ്റെ അടുത്ത് വെച്ച്. അപ്പോൾ എൻ്റെ മോള് പറഞ്ഞ് സ്വന്തമായിട്ട് കഴിച്ചതെന്ന് പറഞ്ഞു. അപ്പം ഞാൻ എൻ്റെ മോളടുത്ത് അപ്പോഴും തന്നെ ഞാൻ ചോദിക്കുന്നത്, മക്കൾ എന്തിനാ അങ്ങനെ പറഞ്ഞത് എന്ന് ചോദിച്ചാൽ പറഞ്ഞു, അമ്മ അവ എൻ്റെ കൊച്ചിനെ കൊല്ലുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ സ്പോട്ടിൽ പറഞ്ഞു, അമ്മ എൻ്റെ കൊച്ചിനെ കൊന്നുകളയും, എനിക്കെന്തെങ്കിലും പറ്റി എൻ്റെ കൊച്ച് ജീവിക്കണം. ജഡ്ജി മൊഴി എടുത്തതിന് ശേഷമാണ് മോൾ എൻ്റെ അടുത്ത് പറഞ്ഞത്. അപ്പോഴെന്നെ നിയമം പോലീസിലെ SIയും പോലീസും ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു ഇതവരുടെ അടുത്ത് ഇത് പറയാൻ പോയി. ഞാൻ പറഞ്ഞു എൻ്റെ മോൾക്ക് വിഷം കൊടുത്തതാണ്, എൻ്റെ മോൾ ഒരു കടയിൽ ചെന്ന് വാങ്ങിച്ചതല്ല. ഈ കവറ് അവർ കൊടുത്തിട്ട് അവർ എറിഞ്ഞെടുത്തിൽ നിന്നാണ് അമ്മാവി ആ കവർ എടുത്തുകൊണ്ട് വന്നത്. അപ്പം ആ അമ്മാവിക്ക് അറിയാം ആ കവർ എവിടെ അമ്മാവിയാണ് എടുത്തെറിഞ്ഞത്, എൻ്റെ മോൾ കഴിച്ചെങ്കിൽ എവിടെ നിന്ന് അവർ തപ്പി നടക്കേണ്ടി വരുമായിരുന്നു എന്ന് പോലീസിൻ്റെ അടുത്ത് പറഞ്ഞ് SI പറഞ്ഞ് നിങ്ങളൊരക്ഷരം സംസാരിക്കണ്ട. SIയും പോലീസും പറയാണ് നിങ്ങളൊരക്ഷരം സംസാരിക്കണ്ട, ഞാൻ എവൻ്റെ അടുത്ത് ചോദിച്ചോളാം കാര്യങ്ങൾ. പക്ഷെ അവൻ്റെ കൂട്ടത്താണ് അങ്ങേര് നിന്നത്. നല്ല അവർ സ്നേഹത്തോടൊക്കെയാണ് നല്ല പെരുമാറിയത്. അപ്പോൾ എൻ്റെ മോക്ക് ഈ ആദ്യത്തെ ഡയാലിസിസ് ചെയ്ത് തീർന്നപ്പോഴുണ്ട് എൻ്റെ മോക്ക് നല്ല ആരോഗ്യം എല്ലാം നല്ല വീഴുന്നു. പക്ഷേ അപ്പുറത്തെ ആശുപത്രിയിൽ വെച്ച് എൻ്റെ മോൾ നല്ല ആരോഗ്യത്തോടെ ബാത്റൂമിൽ പോണ്, എല്ലാ കാര്യങ്ങളും അവൾക്ക് ശരീരഭാഗത്ത് ഒരു തളർച്ച ക്ഷീണം ഒന്നും വന്നിട്ടില്ല. ഇവിടെ വന്നപ്പോഴും ഇത്രയും ദിവസമായിട്ടും ആ അവസാന ദിവസമായിട്ടും എൻ്റെ മോള് തനിയെ ബാത്റൂമിൽ പോയി, തനിയെ ബാത്റൂം കുറ്റിയിട്ട് ഈ കാര്യമെല്ലാം നടന്നിട്ട് കഴിയിട്ട്. അപ്പം ഞാൻ പറയും മക്കളെ ബാത്റൂം അടയ്ക്കാതെ നീ തലയിറങ്ങി വീണ്ടെങ്കിൽ നമുക്ക് അമ്മ എനിക്ക് ഒരു കുഴപ്പമില്ലമ്മ, ഈ ബ്ലഡൊക്കെ മാറ്റി എനിക്ക് നേരെയാവും. അന്ന് എന്നെ സാറൊരു പാറ്റേൺ കൊടുത്തിട്ട് പറഞ്ഞ് ഇത് സംഖ്യകൾ അടയാളപ്പെടുത്താൻ പറഞ്ഞപ്പോൾ ഇവൾ കറക്റ്റായിട്ട് ആ സംഖ്യകളെല്ലാം അടയാളപ്പെടുത്തി, അത് ആശുപത്രിയിലുണ്ട്, അതെല്ലാം അടയാളപ്പെടുത്തി. അപ്പം ഡോക്ടർ പറഞ്ഞ് എല്ലാം നേരെ ആയിക്കൊണ്ട് വരികയാണ്, നമ്മൾ ഇത്രയും ഡോക്ടർമാരും കൂടി ഒത്ത് ചികിത്സിക്കുകയാണ്. പ്രായത്തിൽ കുറഞ്ഞ കൊച്ചായതുകൊണ്ട് 1 വയസ്സാവാത്ത കൊച്ചുള്ളതുകൊണ്ട് നമ്മൾ ചികിത്സിക്കുകയാണ്. ഇവിടെ നമ്മൾ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തും, നിങ്ങൾക്ക് ആ കൊച്ചിന് നല്ല നോർമലാണ്, തലച്ചോറിലൊന്നും ഇപ്പം കയറിയിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഈ കൊച്ചിൻ്റെ ബ്ലഡ് ഇവൻ്റെ കയ്യിൽ ഒരു ദിവസം ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തപ്പോൾ 4 മണിക്കൂർ കഴിഞ്ഞ് ബ്ലഡ് വാങ്ങിക്കാൻ പോയപ്പോൾ കട്ട പിടിച്ചെന്ന് പറഞ്ഞ്. ബാക്കി നമ്മൾ ഓടി. അപ്പം എൻ്റെ മോൻ കയറി പ്രതിഷേധിക്കുന്നത്, എടാ നീ കൊണ്ടുപോയപ്പോഴാണ് കട്ട പിടിച്ചത്, എൻ്റെ അമ്മ മഴയത്തും ആട്ട പിടിച്ചാണ് കൊടുത്തിട്ട് വരണത് പെട്ടെന്ന് എത്താൻ വേണ്ടി. അപ്പോഴും യവനെ പറഞ്ഞു നിനക്കെന്താണെന്ന് പറഞ്ഞു. അവിടെ പ്രശ്നം ഉണ്ടായി ഗേറ്റിൻ്റെ അവിടെ. അപ്പോൾ ഞാൻ ഭർത്താവാണ്, ഞാൻ ഇവിടെ നിന്ന് അത് നീ കറക്റ്റായിട്ട് കാര്യം അന്വേഷിക്കണില്ലല്ല എന്ന് എൻ്റെ മോനും അനിയത്തിൻ്റെ മോനും കൂടി അങ്ങോട്ട് ചോദിച്ചു. കറക്റ്റായിട്ട് നീ കാര്യം അമ്മ നിന്ന് അന്വേഷിക്കണ പോലെ നിനക്ക് ചൂടില്ലല്ല എന്ന് പറഞ്ഞു. എൻ്റെ സഹോദരിയാണടാ അതിൻ്റെ അകത്ത് കിടക്കണത്, എൻ്റെ സഹോദരിയാണ് മരിക്കാൻ കിടക്കണം, ഞങ്ങൾക്ക് വേദനയുണ്ട് എന്ന് പറഞ്ഞ് പിള്ളേരവിടെ പറഞ്ഞ്. ആശുപത്രിയിൽ എല്ലാ ദിവസവും ഈ ഭർത്താവ് കൂടെ ഉണ്ട്? എല്ലാ ദിവസവും ഇല്ലായിരുന്നു. ഇവര് ഇത് ICUലാക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചെന്ന് ചോദിച്ചു മോനും അവിടെ ഉണ്ടാ, എൻ്റെ പിള്ളയ്ക്ക് മോനുവിനെ കാണണമെന്ന് പറഞ്ഞപ്പോഴും പറഞ്ഞ് അവ ഇവിടെ നിന്ന് നാട് വിട്ടു പോയി എന്ന് പറഞ്ഞു. അല്ലാതെ ചില ദിവസങ്ങൾ ചോദിച്ചപ്പോഴും ഇവ കാണൂല. ഇടയ്ക്കിടയ്ക്ക് ഇടയ്ക്കിടയ്ക്കുള്ള സമയങ്ങളിൽ ചില ദിവസം ഇവ അവിടെ വരും. അമ്മാവി ഇടയ്ക്ക് അത്രയൊന്നും കാണൂല. നമ്മൾ അന്വേഷിക്കുമ്പോൾ നമ്മൾ പറഞ്ഞ് നിങ്ങൾ എന്തെങ്കിലും ഇത്രയും പൈസ ചിലവുകളൊക്കെ വരെയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളിരിക്കുകയാണ് കൊടുക്കുക. അന്ന് ഈ ഡോക്ടർ പറഞ്ഞ് ഞാൻ പറഞ്ഞു സാറേ 50 എത്തി, ഇത്രയും ദിവസം കിടന്നിട്ട് പിള്ളേക്ക് അങ്ങനെ ഒരു മാറ്റമൊന്നും വരില്ല. സാറ് പറഞ്ഞ് നമുക്ക് പ്രതീക്ഷയുണ്ടെന്നേ പറഞ്ഞു. ഒരു 7 ഡയാലിസിസ് ഒക്കെ വരുമ്പോൾ നിങ്ങൾക്ക് ബ്ലഡ് ഇത്രയൊന്നും വേണ്ടി വരില്ല, പിന്നെ ഒരു 3 കുപ്പിയോ 2 കുപ്പിയോ 1 കുപ്പിയൊക്കെ മതി. അപ്പോഴവർക്ക് ശരീരത്തിൽ ശക്തി വീഴുന്നു തുടങ്ങും. അപ്പോൾ ബ്ലഡ് എല്ലാം നമ്മൾ എല്ലായിടവും കോളേജുകളിലും എല്ലാം പറഞ്ഞ് നമ്മൾ ആവശ്യമുള്ള ബ്ലഡ് അവിടെ ഇല്ലെന്ന് പറഞ്ഞിട്ട് നമ്മൾ അടച്ചുകൊണ്ടിരിക്കുകയാണ് ബ്ലഡുകളെല്ലാം. ഒരു ഡോക്ടറാണെങ്കിൽ അവർക്കറിയാം ആ അവസ്ഥയും സാഹചര്യവും. ഒരു അസുഖമെന്ന് മരിക്കണതല്ല, വിഷം കഴിച്ചെങ്ങനെയാണ് മരിക്കണമെന്ന് ഒരു ഡോക്ടർമാർക്കറിയാം എങ്ങനെയെന്ന്. വിഷം ഉള്ളിപ്പോയി എങ്ങനെയാണ് ഒരു മോള് മരിക്കണതെന്ന് കണ്ടവരാണ് നമ്മളെല്ലാം. അപ്പം ഞാൻ പറഞ്ഞ അതേ ഗതി എൻ്റെ പൊടി കൊച്ചിന് വരല്. നിങ്ങൾ ഇനി എന്തൊക്കെ വന്നാലും ചെന്ന് നിങ്ങളിപ്പോൾ ആരെങ്കിലും ചെന്ന് ആ പൊടി കൊച്ചിനെ എടുത്തോണ്ടിരിക്കും, നമുക്ക് ആ പൊടി കൊച്ചിനെ നമുക്ക് വേണം. അവരിനി ആ പൊടി കൊച്ചിനെ ഞങ്ങൾക്കിനി വളർത്താൻ വയ്യ, എൻ്റെ മോനെ ഇനി വേറെ പെണ്ണ് കെട്ടണം, ഈ കൊച്ച് നമുക്കൊരു ബാധ്യതയ്ക്ക് തടസ്സമാണ്, നിങ്ങൾക്ക് ഈ കൊച്ചിനെ നിങ്ങൾക്ക് വേണമെങ്കിൽ തരാമെന്ന് പറഞ്ഞാൽ ഇന്ന് കൊണ്ടുവന്നാൽ എൻ്റെ കൊച്ചിനെ ഞാൻ വളർത്തി. ഞാൻ 3 മക്കളെ വളർത്തിയ അമ്മയാണ്.
ഞാൻ മക്കളില്ലാത്തതല്ല, എൻ്റെ മോളെ വളർത്തി എനിക്ക് കൊതി തീർന്നില്ല. അപ്പം ഇവർക്ക് ഈ കൊച്ചിനെ വേണ്ട എന്ന് പറയണമെങ്കിൽ ആ കൊച്ചിനെ ഇന്ന് കൊണ്ടുവന്നാലും ഞാൻ സംരക്ഷിച്ച് വളർത്തിക്കോളൂ. എൻ്റെ മോളെ പോയി, എൻ്റെ കൊച്ചെങ്കിലും എനിക്ക് വേണം. പക്ഷേ എൻ്റെ 2 മക്കളും എൻ്റെ സഹോദര മോനും എൻ്റെ മോനും കൂടി ആ നടയിൽ പോയി. അവരെ വീട്ടിനകത്തോട്ട് കയറിയില്ലെന്നാണ് പറയണത്. അവിടെ പോയത് എന്തെന്ന് വെച്ചാൽ കൊച്ചിനെ പിടിച്ച് അവരെ എങ്ങനെയെങ്കിലും വാങ്ങിക്കൊണ്ടുവന്ന് വിഴിഞ്ഞ ആശുപത്രി കൊണ്ടുവന്ന് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് കൊച്ചിനെ എടുക്കാൻ പോയത്. ഇനി അവർ ഏത് കെട്ടുകഥ ഉണ്ടാക്കിയാലും, ഇനി അപ്പൂപ്പനെ കൊന്നെന്ന് പറഞ്ഞാൽ, ഇനി അവിടെ ഉള്ള എല്ലാവരും കൊന്നെന്ന് പറഞ്ഞാൽ അതിനൊന്നുമല്ല പോയത്. ഞാൻ പറഞ്ഞു വിട്ടതാണ്. എൻ്റെ മോളെ പോയി ഇവർ ഈ ബ്ലഡ് ഒന്നും ടെസ്റ്റ് ചെയ്യൂല, കുപ്പിപ്പാൽ കൊടുക്കണമെന്ന വല്ല പറഞ്ഞ് അവർ ഒഴിവാക്കും. എൻ്റെ മോളെ ഒരു കിടക്കയിൽ ഛർദ്ദിച്ച് അവശയായിട്ട് കിടന്ന്. അപ്പോൾ കൊച്ചിന് ഉറങ്ങേണ്ടി വരും. ഉറങ്ങേണ്ടി വരും. എത്ര പാൽക്കുപ്പി കുടിക്കുന്ന കൊച്ചായിരുന്ന പാല് തപ്പിപ്പോയി അമ്മേരെ പാല് ശകലെങ്കിലും ഉള്ളിപ്പോവും. അങ്ങനെ എൻ്റെ കൊച്ചിൻ്റെ ഉള്ളിനകത്ത് വിഷം ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി കൊച്ചിനെടുക്കാനാണ് എൻ്റെ മോനും എൻ്റെ അനിയത്തിയുടെ മോനും അവിടെ പോയത്. എന്തായാലും അതിദാരുണമായ സംഭവം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. ഭർത്തൃ വീട്ടുകാർക്കെതിരെയും ശ്രീദേവിയുടെ ഭർത്താവിനെതിരെയും ശ്രീദേവിയുടെ കുടുംബം, അമ്മ വലിയ രീതിയിലുള്ള ആരോപണമാണ് ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത്. അതുകൂടാതെ 21-ാം തീയതി മരണം സംഭവിക്കുന്നു. 22-ാം തീയതി ശവസംസ്കാര ചടങ്ങുകൾ നടക്കുന്ന ഈ ഒരു സമയത്ത് നേമം പോലീസിൽ നിന്നും പോലീസ് ഉദ്യോഗസ്ഥർ ഈ ശ്രീദേവിയുടെ വീട്ടിലേക്ക് വരികയും ശ്രീദേവിയുടെ അച്ഛനെയും അനുജന്മാരെയും കൂട്ടിക്കൊണ്ടുപോയി ഈ കേസ് ഒത്തുതീർപ്പാക്കാം എന്ന രീതിയിൽ സംസാരിക്കുകയും ചെയ്തു എന്ന റിപ്പോർട്ടുകളും ഈ ബന്ധുക്കൾ നമ്മളോട് പങ്കുവയ്ക്കുന്നുണ്ട്. ഈ മരണത്തിന് തൊട്ട് മുമ്പ്, അതായത് 21-ാം തീയതി അല്ല 20-ാം തീയതി ശ്രീദേവിയുടെ കുടുംബം ഈ വിഷം ഉള്ളിൽ ചെന്നതിനെ തുടർന്നുള്ള സംശയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നേമം പോലീസിൽ പരാതി നൽകിയിരുന്നു. ഇതിനുശേഷമാണ് 21-ാം തീയതി യുവതി ആശുപത്രിയിൽ മരണപ്പെടുകയും ചെയ്യുന്നത്. അതിനുശേഷം 22-ാം തീയതി ഇവിടെ ശവസംസ്കാരം നടക്കുന്ന സമയത്ത് നേമം പോലീസിലുള്ള ചില ഉദ്യോഗസ്ഥർ വന്ന് യുവതിയുടെ ചില ബന്ധുക്കളുമായ അച്ഛൻ ഉൾപ്പെടെയുള്ള ആൾക്കാരെ യുവതിയുടെ ചിത കത്തിയെരിയുന്ന ഈ ഒരു സമയത്ത് ഈ റോഡിലേക്ക് വിളിച്ചു കൊണ്ടുപോവുകയും തുടർന്ന് ഈ കേസ് ഒത്തുതീർപ്പാക്കാം എന്നുള്ള രീതിയിൽ സംസാരിക്കുകയും ചെയ്തു എന്നാണ് ബന്ധുക്കൾ നമ്മളോട് പ്രതികരിച്ചിരിക്കുന്നത്. എന്തായാലും ഈ കുടുംബത്തിന് നീതി ലഭിക്കുമെന്ന പ്രതീക്ഷയോടുകൂടി തന്നെയാണ് നമ്മളും നിൽക്കുന്നത്. ഇനിയൊരു പെൺകുട്ടിക്കും ഇത്തരത്തിലുള്ള ഒരു അവസ്ഥ വരരുത് എന്നും ശ്രീദേവിയുടെ അമ്മ പറഞ്ഞു വയ്ക്കുന്നു. ക്യാമറമാൻ അഖിലിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.